ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ദം ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാൻ 12 കോഴിയുടെ കാല് വാങ്ങി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂണ് മുളക് പൊടി, 4 സ്പൂണ് കുരുമുളക് പൊടി, 2 സ്പൂൺ ഗരം മസാല, കുറച്ച് ഉപ്പ്, ഒലിവ് ഓയിൽ, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് പെരട്ടി മാറ്റി വയ്ക്കാം. അതിനുശേഷം സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് നമ്മൾ കരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനൊരു 5 സവോളയാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാനിലേക്ക് ഇടുക. നമുക്കത് വാടുന്ന സമയത്ത് പച്ചമുളകും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടൊന്ന് വാട്ടാം. വേറൊരു പാനിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, നമുക്ക് മുന്തിരിയും കൂടി വാട്ടി മാറ്റി വെക്കാം കേട്ടോ. ആ സമയത്ത് നമ്മുടെ സവോള വെന്തിട്ടുണ്ട്. ആ സവോളയിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ഗരം മസാല ഞാനിട്ട് ചിക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. ആ സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ചിക്കൻ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കാല് അങ്ങോട്ട് പരത്തി വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അടച്ചു കൊടുക്കാം. ഇറച്ചിയിൽ വെള്ളം നിറച്ചുള്ളത് കൊണ്ട് വെള്ളം പൊങ്ങി വന്നോളും. ഈ സമയത്ത് ഞാൻ 3 ഗ്ലാസ് ബസ്മതി അരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കറുവാപ്പട്ടയും ഗ്രാമ്പു 2 3 ഏലക്കായും കൂടി എടുത്തൊന്ന് ഇച്ചിരി നെയ്യിൽ വാട്ടിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ സമയത്ത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് അയച്ച് ഞാൻ ഇച്ചിരി കോൺഫ്ലവർ കലക്കിയതും കൂടി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഇറച്ചിയിലൊക്കെ ഒന്ന് പിടിക്കാനാണ് കേട്ടോ. അതിന് ശേഷം നമ്മളുടെ ഇറച്ചിയൊക്കെ തിളച്ച് വരുന്നുണ്ട്, അത് വറ്റണം. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് റെഡിയായി. ചോറിലേക്ക് നമ്മുടെ ഇറച്ചിക്കറിയുടെ കുറച്ച് കറി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കാര്യം അത് ചോറുമായിട്ട് മിക്സ് ചെയ്ത് ഒരു എരിവും ഒരു ടേസ്റ്റും നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് ലെയറായിട്ട് നമ്മുടെ ചോറും ഇറച്ചിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഞാൻ ലെയറായിട്ട് ചോറിട്ട് കൊടുക്കും. അങ്ങനെ 4 തട്ടായിട്ട് ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം മല്ലിയില, നമ്മുടെ അണ്ടിപ്പരിപ്പ്, നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സവോള, ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്ന അടിപൊളി ദം ബിരിയാണിയാണ്. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സുഹൃത്തുക്കളെ. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. അരമണിക്കൂറിന് ശേഷം നമുക്ക് നമ്മുടെ ബിരിയാണിയുടെ ഇത് മാറ്റി നോക്കാം. നമ്മുടെ ദം ബിരിയാണി നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. താങ്ക്